ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിൻസെൻ്റ് ലംബേർട്ട് എന്ന ചെറുപ്പക്കാരൻ 32 വയസ്സുണ്ട്. ഒരു കാർ ആക്സിഡൻറ്റിൽ പെടുകയാണ്. ഫ്രഞ്ച് പൗരനാണ്. തലയ്ക്ക് ക്ഷതമേറ്റ് തളർന്ന് കിടപ്പിലായി പോവുകയാണ്. പിന്നീട് വിൻസെൻ്റ് ലംബേർട്ടിൻ്റെ ഭാര്യ റേച്ചലും 6 സഹോദരന്മാരും ദയാവധത്തിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്നു. ഫ്രാൻസിൽ ദയാവധം നിരോധിതമാണ്. എന്നാൽ വിൻസെൻ്റ് ലംബേർട്ടിൻ്റെ അമ്മയും മറ്റ് 2 സഹോദരന്മാരും എങ്ങനെയും തൻ്റെ മകൻ്റെ ജീവൻ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു നീണ്ട നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. 10 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നു. UN ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനകൾ വിൻസെൻ്റ് ലംബേർട്ടിൻ്റെ ജീവൻ നിലനിർത്തണമെന്നാവശ്യപ്പെടുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും ഏതുവിധേനയും വിൻസെൻ്റ് ലംബേർട്ടിൻ്റെ ജീവൻ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ അമ്മയുടെയും സഹോദരങ്ങളുടെയും ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ഫ്രഞ്ച് കോടതി വിധി പുറപ്പെടുവിക്കുകയാണ്. ഭക്ഷണം ജീവൻ നിലനിർത്താൻ വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം കുറച്ചുകൊണ്ട് അത് നിർത്തിക്കൊണ്ട് ദയാവധത്തിന് ഇരയാക്കുക എന്ന്. 42-ാമത്തെ വയസ്സിൽ 10 വർഷങ്ങൾക്ക് ശേഷം വിൻസെൻ്റ് ലംബേർട്ട് ദയാവധത്തിന് ഇരയാവുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അന്ന് ഇപ്രകാരം പറഞ്ഞു: പിതാവായ ദൈവം ഫ്രഞ്ചുകാരൻ വിൻസെൻ്റ് ലംബേർട്ടിനെ തൻ്റെ കരുണയുള്ള കരങ്ങളിൽ സ്വീകരിക്കട്ടെ എന്ന്. ജീവിതം യോഗ്യമല്ലെന്നും ഉപയോഗശൂന്യമെന്നും നാം വിലയിരുത്തുന്ന ജീവിതങ്ങൾ ഉന്മൂലനം ചെയ്യുന്ന ഒരു സംസ്കാരം വളരാതിരിക്കട്ടെ. ഏതവസ്ഥയിലും ജീവൻ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. പരിശുദ്ധ പിതാവെന്ന് പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ ചുറ്റും ഇന്ന് ജീവന് വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുറ്റും ഇങ്ങനെയൊരു സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കൾക്കെതിരായിട്ട് തിരിയുന്നു. നമ്മുടെ ചുറ്റുമുള്ള പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സംസ്കാരം നമ്മുടെ ചുറ്റും വളരുന്നുവെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. വെഞ്ഞാറമൂടുള്ള 23 വയസ്സുള്ള അഫ്ഫാൻ എന്ന പയ്യനും തങ്ങളുടെ സുഹൃത്തുക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കളുടെ മർദ്ദനത്തിന് ഇരയായി മരിച്ച ഷഹബാസും അമ്മയെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന പ്രൊഫസറും ക്രൂര റാഗിങ്ങിന് ഇരയാകുന്ന മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഇതൊക്കെ വാർത്തകളാണെങ്കിലും നമ്മുടെ ചുറ്റും ഇങ്ങനെയൊരു സംസ്കാരം, ജീവന് വില കൽപ്പിക്കാത്തൊരു സംസ്കാരം വളർന്നു വരുന്നുണ്ടെന്നുള്ളതിനുള്ള ചില സൂചകങ്ങളാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണ് ജീവൻ്റെ വില, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജീവനെ ഞാൻ സംരക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. ഇങ്ങനെയൊന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ പശ്ചാത്തലത്തിലാണ് ഈശോയോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുക: ആരാണ് എൻ്റെ അയൽക്കാരൻ? അങ്ങനെയെങ്കിൽ ഈശോ പറയുന്ന മറുപടി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപരിചിതമായ വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ ഈശോ പരിചിതമായ മുഖങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ നിങ്ങളുടെ അയൽക്കാരനായിട്ട് മാറണമെന്ന് ഈശോ പറയും. വഴിയിൽ കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ, നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നമ്മുടെ ഈ അയൽക്കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ അയൽക്കാരെന്ന വിശേഷണത്തിലേക്ക്, നമ്മുടെ സ്വന്തം എന്ന വിശേഷണത്തിലേക്ക് കടന്നു വരണമെന്ന്. കാരണം സ്വാർത്ഥ താല്പര്യങ്ങളുടെ മുൻപിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങൾ പോലും നമുക്ക് അന്യരായിത്തീരുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയം ശുഷ്കിച്ചു പോകുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരെയും കൂടെ ചേർത്ത് വയ്ക്കണം. അപരിചിത മുഖങ്ങളോടൊപ്പം തന്നെ പരിചിതമായ മുഖങ്ങളും നമുക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുമെന്ന് തോന്നുകയാണ്. ആരാണ് മനുഷ്യനെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദൈവം ഇപ്രകാരമാണ് പറയുക: ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിച്ചു, അവരെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത്.
സ്വന്തം ഛായയിലും രൂപത്തിലും ദൈവം സൃഷ്ടിക്കുകയും സ്വന്തം ശ്വാസം തന്നെ നമ്മളെ നൽകിക്കൊണ്ട് മനുഷ്യന് വില കൽപ്പിക്കുകയും ചെയ്തൊരു ദൈവം ആകസ്മികമായിട്ടുള്ളൊരു സൃഷ്ടിയല്ല. ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന്, ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്നുള്ളത്. ഇതിന് കൂടുതലൊരു വ്യക്തത വരിക യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത്. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത്, എത്രത്തോളം ദൈവം നമുക്ക് വില കൽപ്പിക്കുന്നു എന്നതിനുള്ള സുവിശേഷ ഭാഗങ്ങളാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെക്കുറിച്ച് പറയുക, മനുഷ്യനെക്കുറിച്ച് പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ളത്. ദൈവം ഇത്രയും വില കൽപ്പിച്ച, ഇത്രയും മഹത്വം നൽകിയ മനുഷ്യജീവന് നമ്മൾ എന്ത് വിലയാണ് കൽപ്പിക്കുക? ഒരു വാട്സാപ്പ് മെസ്സേജ് ഇപ്രകാരം വായിക്കാനിടയായി, മനുഷ്യന് ചന്ദ്രനിൽ പോകാൻ, ചൊവ്വയിൽ പോകാൻ, ഈ ലോകം മുഴുവനൊക്കെ ചുറ്റാൻ സമയമുണ്ട്. പക്ഷേ സ്വന്തം അടുത്തുള്ളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ സമയമില്ല എന്നുള്ളത്. വാട്സാപ്പുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്, അതിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സുകളുണ്ട്. പക്ഷേ ഒരാത്മാർത്ഥ സുഹൃത്ത് പോലും ഇല്ലാത്ത എത്ര ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ വാട്സാപ്പിൽ ഒത്തിരി സമയമുണ്ട്. വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ഒരു നിമിഷം പോലും നമുക്കില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് തെളിഞ്ഞു നിൽക്കണം. കുറച്ച് ചോദ്യങ്ങളൂടെ ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായിട്ടൊക്കെ ഞാൻ മാറുന്നുണ്ടോ? മക്കളെ സ്നേഹിക്കുന്ന, മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ, അവരുടെ വിശ്വാസ വളർച്ചയിലൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരപ്പനും അമ്മയുമാണോ ഞാൻ? എൻ്റെ അപ്പനും അമ്മയൊക്കെ രാവന്തിയോളം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, സ്വന്തം ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുന്ന എൻ്റെ അപ്പനും അമ്മയൊക്കെ എനിക്കൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ കുത്തുവാക്കുകളിലൂടെ, എൻ്റെ മറുചോദ്യങ്ങളിലൂടെയൊക്കെ അവരെ വേദനിപ്പിക്കുന്ന, കുത്തി നോവിക്കുന്ന ഒരു മകനായിട്ട്, മകളായിട്ടൊക്കെ ഞാൻ മാറുന്നുണ്ടോ? എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെനിക്കെല്ലാം അപരരായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നവരൊക്കെ ആയിട്ട് ഞാൻ മാറുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ചിന്തിക്കണം, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയാണ് അയൽക്കാരനായിട്ട് കാണേണ്ടത്? ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ഒന്ന് അന്വേഷിച്ചു, എൻ്റെ ആത്മാവിനെ അന്വേഷിച്ചു, എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു, ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഞാൻ എൻ്റെ സഹോദരനെ അന്വേഷിച്ചു, അപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടെത്തി. എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു, എൻ്റെ സഹോദരനെ ഞാൻ കണ്ടെത്തി. ഞാൻ എൻ്റെ സഹോദരനെ അന്വേഷിച്ചു, ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു, ഞാൻ എന്നെ തന്നെ കണ്ടെത്തി. പ്രിയമുള്ളവരെ, ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. കൂടെയുള്ളവർ, ചുറ്റുമുള്ളവർ പ്രിയപ്പെട്ടവരായിട്ട് മാറണം. ആരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന, ജീവിതത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് പുറത്തേക്ക് തള്ളിക്കളയുന്നവരായിട്ട് ആരുമുണ്ടാകരുത്. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ജീവൻ വിലയുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.